ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പുട്ടാണ്. ബീഫ് വെച്ചൊരു പുട്ടുണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ പുട്ടാണ്. വളരെ രുചികരമായൊരു പുട്ട്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. അതിനായി ഞാനിവിടെ എടുത്തത് 2 ഗ്ലാസ് പുട്ടുപൊടിയാണ്. ഈ പുട്ടുപൊടി ഇനി നമുക്ക് നനച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് എടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്കിത് പുട്ടുപൊടിയിലേക്ക് ഒഴിക്കാം. എന്നിട്ടത് കുതിർത്തിയിടാം കുറച്ച് നേരം. അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോഴേക്കും നല്ല കുതിർന്ന് നല്ല പാകമായിട്ടുണ്ടാവും നമ്മുടെ ഈ പുട്ടുപൊടി. അങ്ങനെ നമുക്ക് പുട്ടും കുറ്റി എടുക്കാം. പുട്ടും കുറ്റിയുടെ അടിയിലെ തട്ട് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ 2 കൈ കൊണ്ട് ഞാനും ഈ പുട്ടുപൊടി 2 കൈ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബീഫ് റോസ്റ്റാണ്. വളരെ രുചികരമായൊരു ബീഫ് റോസ്റ്റ്. അതിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഈ പുട്ടുപൊടി ഇതിലേക്ക് നിറക്കുകയാണ്. ഇങ്ങനെ നിറച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് ഞാൻ ബീഫ് റോസ്റ്റ് വെച്ച് കൊടുക്കുകയാണ്. തേങ്ങക്ക് പകരമാണ് നമ്മൾ ബീഫ് റോസ്റ്റ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. വളരെ രുചികരമായ ഒരു ബീഫ് റോസ്റ്റാണ്. നിങ്ങളും ഇങ്ങനെ ഒരു ബീഫ് വാങ്ങുമ്പോൾ പുട്ട് ഉണ്ടാക്കി നോക്കൂ. വളരെ രുചികരമായ ഒരു പുട്ടാണിത്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ മീതത്തെ മൂടിയൊക്കെ ഇട്ടതിന് ശേഷം ഇനി നമുക്കിത് ആവിയിൽ വേവിക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതിന് ആവിയെല്ലാം വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റ് എടുത്ത് ആ പ്ലേറ്റിലേക്കൊന്ന് കുത്തി കൊടുക്കാം. ഇങ്ങനെ പുട്ട് നമുക്ക് കുത്തി കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ബീഫ് പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഇതൊന്ന് തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പുട്ടും ബീഫും ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.